നിനക്ക്? അമ്മ ഇവൾക്ക് ഇപ്പൊ എന്ത് വീതോ കൊടുക്കാനുള്ളത്? 19 വർഷം മുമ്പ് അമ്മ ഒരു ചാണകം മെഴുകി ഓലപ്പുരയിലേക്ക് കയറി വന്നപ്പോ അവിടെ ഉണ്ടായിരുന്ന പല്ലിയുടെ പാറ്റയുടെ പഴുതാറിന്റെ വീതോ? അതോ അമ്മ ഒഴുകിയ കണ്ണീരിന്റെ വിയർപ്പിന്റെ പങ്കോ? നല്ല ഡയലോഗ്. കൊച്ചിനെ ഇതാരാ പഠിപ്പിച്ചേ? ഓ, ഞാനതങ്ങ് മറന്നു. ആരും പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. കുഞ്ഞുനാള് മുതൽ ശാരദാമ്മ പറഞ്ഞ് ശ്യാമക്കുഞ്ഞ് താരാട്ട് പോലെ കേട്ടോണ്ടിരിക്കുന്നതല്ലേ ഈ പല്ലിയുടെയും പാറ്റയുടെ ഒക്കെ കഥ. വേറൊരു ഐറ്റം ഉണ്ട്. ഈ കണ്ണീരും ചോരയൊക്കെ കുഴച്ചുരുട്ടിയ കട്ട വെച്ച് കുടുംബശ്രീ ഹോട്ടൽ കെട്ടിയ കഥ. അതും കൂടി ഇങ്ങി പോന്നോട്ടെന്നേ. ഈ കള്ളക്കഥ പറഞ്ഞ എന്റെ ചേച്ചി രാജേശ്വരിയെയും അളിയൻ ഗോപാലകൃഷ്ണനെയൊക്കെ എവരി ഭൂമിയിൽ കയറ്റാതിരുന്നത്. അത് ഇനിയും ചെലവാകത്തില്ല ശാരദാമ്മേ. A+B² ഫുൾ ഫോം പഠിക്കേണ്ട പ്രായത്തിൽ കൊച്ചു കൂടുതൽ ചരിത്രാന്വേഷണം നടത്തേണ്ട കാര്യമില്ല. തോറ്റുപോകും. അങ്ങനെ പല്ലിയുടെയും പാറ്റയുടെയും കഥ പറയണമെന്നുണ്ടെങ്കിൽ ദേ ഈ നിൽക്കുന്ന മൂത്ത മാൾക്ക് അതിനുള്ള അവകാശം. ചോദിച്ചു നോക്ക് സത്യമാണോന്ന്. മക്കളെ വളർത്താൻ എല്ലാ അമ്മമാരും കഷ്ടപ്പെടുന്നുണ്ട്. അതിന് മനസ്സില്ലെങ്കിലേ പ്രസവിക്കാൻ പോവരുത്. മോളെ, എന്ത് നേട്ടത്തിന് വേണ്ടിയാണെങ്കിലും ഇങ്ങനെയുള്ള നന്ദികേട് പറയരുത്. നിങ്ങൾ 3 മക്കളെയും തടുത്തുകൂട്ടി ഈ പാവം സ്ത്രീ ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്നത് നേരിട്ട് കണ്ടവനാ ഞാൻ. ശാരദാമ്മയുടെ മകള് പോലും കാണാത്ത കാര്യം കാണാൻ കുറുപ്പ് സാറിനൊരു കണ്ണ് പ്രത്യേകിച്ചുണ്ടാവും. സ്വന്തം ഭാര്യ മാസത്തിൽ 15 ദിവസവും വലിവ് രോഗിയായിട്ട് കിടക്കുമ്പോ അത് സ്വാഭാവികമല്ലേ? എന്ത് പറഞ്ഞടാ? എന്ത് പറഞ്ഞത്? ഈ മുറ്റത്ത് കയറി വന്ന് വേണ്ടാതീനം പറയുന്നോ? എന്റെ സഹോദരനാണ് ഈ മനുഷ്യൻ. എന്നിട്ട് വേണ്ടാതീനം പറയുന്നോടാ. നാണമില്ലടാ നിനക്ക്? ബാലേട്ടന്റെ കോളറെ നമ്മ പിടിവിട്. ബാലേട്ടനോ? ഈ വൃത്തികെട്ടവനായിട്ട് നിനക്കെന്താടി ബന്ധം? രക്തബന്ധമില്ലാത്ത ഈ കുറുപ്പ് സാറുമായി അമ്മയ്ക്ക് സഹോദര ബന്ധം ആകാമെങ്കിലേ എനിക്കും അങ്ങനത്തുള്ള ബന്ധം ആകാം. അന്നത്തെ നിങ്ങളുടെ പ്രായമാണല്ലോ ഇന്ന് ഞങ്ങൾക്ക്. എടാ വൃത്തികെട്ടവനെ, പിടിവിടാനാ ഞാൻ പറഞ്ഞത്. ഇല്ലെങ്കിൽ അച്ഛനെ ഇറക്കി വിട്ട് തടക്കമുള്ള കഥകൾ പറഞ്ഞ് ഞാൻ ഇവിടെ ഇട്ടങ്ങ് വലിച്ചു കീറും. നാട്ടുകാരെ മൊത്തം നോക്കി നിൽക്കുക. അത്രയ്ക്ക് ഇങ്ങോട്ട് മുറുക്കി പിടിക്കല്ലേ ശാരദാമ്മേ. കതറാ ഓടയും. ബാലേന്ദ്ര, എന്തിനാ ഇവിടെ ഒന്ന് ഇങ്ങനെ ഈ പ്രശ്നം ഉണ്ടാക്കുന്നേ? അതെ, തെങ്ങേറ്റക്കാരന്റെ ജോലി നോക്കിയാൽ മതി. അല്ലെങ്കിലേ തളപ്പോടെ വെട്ടി താഴെയിടും ബാലേന്ദ്രൻ. ഇവിടെ നിൽക്കുന്ന എല്ലാവരും കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ഞാനൊരു പൊതുപ്രവർത്തകനാണ്. ഇവിടെ ഉള്ളൊരു പെൺകുട്ടി വന്ന് എന്നെ കണ്ടൊരു സങ്കടം പറഞ്ഞു. അതിന് തീർപ്പുണ്ടാക്കി കൊടുക്കാമെന്ന് ഞാൻ അവക്ക് വാക്കും കൊടുത്തു. ഇനി അതിനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ടേ ബാലചന്ദ്രൻ ഈ മുറ്റത്തുനിന്ന് ഇറങ്ങൂ.
അത് തടയാനേ ഇന്ദ്രനോ ചന്ദ്രനോ വന്നാലും. നിങ്ങൾ അങ്ങോട്ട് പോയി അളക്ക്. തടയാൻ ആരാ വരുന്നതെന്ന് ഞാനൊന്ന് കാണട്ടെ. അവൻ ഇപ്പൊ കുടുംബശ്രീ ഹോട്ടലും വീടും ഒക്കെ അളന്ന് തിരിക്കണമെന്ന്. വിഷ്ണുവിനോ ശാരദാമയ്ക്കോ എതിരായിട്ട് ഒരു വട്ടം കൂടി നീ വന്ന നിന്നെ ഞാൻ ഇവിടെ ഇട്ട് വിട്ടു. കുഞ്ഞേ, ഞാൻ പറയുന്നൊന്ന് കേട്ടിട്ട്. ശങ്കരേടൻ കൈവിട്ടെ. അത് കാര്യമൊക്കെ. ആ പിന്നെ ഇതൊന്ന് മൂന്നായി തിരിച്ചു കഴിഞ്ഞാ പിന്നെ വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. അയ്യോ അയ്യോ മോനെ, എന്നോട് ഞാൻ പറഞ്ഞിരുന്നല്ലടാ, ഇനി ഒരു വട്ടം കൂടി എനിക്കോ ശാരദാമയ്ക്കോ വഴിവിലങ്ങായി വരരുതെന്ന്. മാറ്. ദേ, തൊട്ടുപോകരുത് ബാലേട്ടനെ. കൈക്കരുത്ത് കൂടുതലുണ്ടെങ്കിലേ അത് പ്രകടിപ്പിക്കുന്നത് ഈ ഗേറ്റിന്റെ പുറത്താ. ബാലേട്ടൻ വന്നിരിക്കുന്നതേ എന്റെ കാര്യം ചോദിക്കാനാ. ഇവളുടെ എന്ത് കാര്യമാണെന്ന് ചോദിക്കും വിഷ്ണുവേട്ടാ. ശ്യാമേ, നിന്റെ ചേച്ചി നിൽക്കുന്നത്. ഒരു ചേച്ചി. ചേച്ചിയോ? അതിന്റെ മൊത്തം ബഹുമാനം ഇവളെനിക്ക് തന്നിട്ടുണ്ട്. ഈ നാട്ടുകാരെ മുഴുവൻ നോക്കി നിൽക്കുക ഇവൾ എന്റെ കഴുത്തി പിടിച്ച് ഞെക്കിയത്. എനിക്കുള്ള വീതം ഇവിടുന്ന് കിട്ടണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടതാ. എന്റെ അമ്മയുടെ എന്തേ ഇവളുടെ മുന്നിൽ വെച്ച് മാത്രമല്ല, നിങ്ങളുടെ ഭാര്യയുടെ കൂടെ മുമ്പിൽ വെച്ച്. അപ്പോഴെനിക്ക് കിട്ടിയ മറുപടി എന്താണെന്നറിയോ? പോയി ചത്തൂടേന്ന്. അങ്ങനെ ചാവാൻ എനിക്ക് മനസ്സില്ല. ഈ ശാരിയേക്കും ജീവിക്കണം, ആരെയും ആശ്രയിക്കാതെ. സ്വന്തം വീട്ടിൽ കിടന്നുറങ്ങുന്നതിന്റെ കണക്ക് കേൾക്കാതെ. ശരിയാ, എന്നെ കല്യാണം കഴിച്ചു വിട്ടതാ. പക്ഷെ അന്ന് രാജീവ് സാറിന്റെ വീട്ടുകാർക്ക് കൊടുക്കാൻ നേറ്റ് 30 പവൻ കൊടുത്തു തീർക്കാനായോ? അന്ന് തുടങ്ങി താളപ്പിഴകളില ഞാൻ ഇപ്പോഴും ഇവിടെ വന്ന് നിൽക്കുന്നത്. അതിന്റെ കുറ്റബോധം മനസ്സിലുണ്ടാവേണ്ടവരാ എന്റെ നേരെ കുറ്റപ്പെടുത്തലും പഴിചാരലും നടത്തുന്നത്. ഒരുപാട് പേർക്ക് വേണ്ടി ജീവിതം ഹോമിച്ചവളാ ഈ ശാരിക. ഇനിയും എന്നെ അതിന് കിട്ടില്ല. എനിക്ക് ന്യായമായ വിഹിതം കിട്ടണം. അതായിക്കോട്ടെ മോളെ, അതിന് എന്തിനു ഈ നാട്ടുകാരുടെ മുന്നിൽ വെച്ച്?
നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് പറയണമെന്ന് വിചാരിച്ചതല്ല. പലവട്ടം ഞാൻ അമ്മയോട് പറഞ്ഞു, പിന്നെ അമ്മയും മക്കളെ വിളിച്ചു പറഞ്ഞു. അപ്പോഴും എനിക്ക് പുല്ല് വിലയാ തന്നത്. മോള് അതാ എനിക്ക് വേണ്ടി സംസാരിക്കാൻ ദേ ഈ ബാലേട്ടനെ ഞാൻ വിളിച്ചത്. അതെ, ഈ ഹോട്ടലിൽ ഇരിക്കുന്ന സ്ഥലവും വീടും ഒക്കെ ശാരദാമ്മയുടെ പേരില്ല, സമ്മതിച്ചു. ഇത് ശാരദാമ്മയായിട്ട് സംഭവിച്ചൊന്നല്ലല്ലോ, ആണോ? ശാരദാമ്മയ്ക്ക് സ്ത്രീധനം കൊടുത്തതാ അല്ലേ? ന്യായമായ നിലയിലാണെങ്കിൽ സ്ത്രീധനം കൊടുത്ത സ്ഥലം ഭർത്താവിന്, അതായത് എന്റെ അളിയനല്ലേ കിട്ടേണ്ടിയിരുന്നത്. എന്നിട്ടും എവരി സ്ഥലത്ത് കയറി കിടന്നിട്ടും വളച്ചു കെട്ടിയൊരു ഹോട്ടൽ ഉണ്ടാക്കിയിട്ടും ആ മനുഷ്യൻ എതിർത്തോ? ഇല്ല. അതെന്റെ അളിയന്റെ വലിയ മനസ്സ്. ആ മനുഷ്യനെയാ എവരെ വീട്ടിൽ നിന്ന് പട്ടിയെ പോലെ അടിച്ചിറക്കിയത്. അയാളിപ്പം ജീവിച്ചിരിപ്പുണ്ടോ അതോ ഏതെങ്കിലും ഓടെ കിടന്ന് ചത്തോന്ന് പോലും ആർക്കും അറിയില്ല. എന്നിട്ടും അന്നദാനേശ്വരിയായി നിൽക്കുന്നു ഒരു ശാരദാമ്മ. ശാരദാമ്മയുള്ളപ്പോ ഈ നാട്ടിലാരും വിഷം ഉറങ്ങില്ലാത്ര. എവരുടെ കെട്ടിയവന്റെ തൊണ്ടേന്ന് ഒരു തുള്ളി വെള്ളം ഇറങ്ങിയെന്ന് ചോദിക്കട്ടെ ആദ്യം. പറയുന്നത് ഇതങ്ങനെ നേരിടാനുള്ള പ്രശ്നമല്ല, ഞാൻ സംസാരിക്കാം. അങ്ങനെ മര്യാദയുടെ വഴിയിലേക്ക് വാ. ശാരദാമ്മയുടെ മനസ്സ് എന്റെ കൂടെ ഉണ്ടെന്നുള്ള വിശ്വാസത്തിലാ ഞാൻ സംസാരിക്കുന്നത്. ഹോട്ടലും വീടും ഒക്കെ 3 വീതം വെക്കണമെങ്കിൽ അങ്ങനെ ആവാം. ഓ, അത് വലിയ ഔദാര്യൊന്നും അല്ല ഗ്രൂപ്പ് സാറേ. പിന്തുടർച്ചാവകാശ നിയമപ്രകാരം അച്ഛനമ്മമാരുടെ സ്വത്തിന് മക്കൾ അവകാശികളാ. അതല്ല ശാരികയ്ക്ക് വേണ്ടത്. വീട് സ്ഥലമൊക്കെ അവിടെ കിടന്നോട്ടെ, അതിൽ ശാരികയ്ക്ക് ശല്യമില്ലാതെ താമസിക്കാൻ ഒരവകാശം ഉണ്ടായാൽ മതി. ഇവൾക്കിപ്പോ വേണ്ടതേ ജീവിക്കാൻ ഒരു ഉപാധിയാ. ആകെ അറിയാവുന്നത് പാചകത്തൊഴിലും. വേറെ ഒരിടത്തും പോയി ജോലി അന്വേഷിക്കാൻ പറ്റില്ല. ഇവളുടെയും കൂടെ വിയർപ്പിലുണ്ടാക്കിയതാ ദേ ഈ കുടുംബശ്രീ ഹോട്ടല്. അതുകൊണ്ട് ഈ കുടുംബശ്രീ ഹോട്ടൽ നിൽക്കുന്ന സ്ഥലം അളന്ന് നേർ പകുതി ശാരികയ്ക്ക് കൊടുക്കണം. എവൾ അവിടെ ഒരു ഹോട്ടൽ നടത്തി ജീവിച്ചോളും. ബാക്കിയൊക്കെ നമുക്ക് പിന്നീട് ആലോചിക്കാം. സമ്മതിക്കരുത് ശാരദാമ്മേ. ഇന്ന് നീ മാത്രം തീരുമാനിച്ച മതിയോടാ. അതെ, ബാലേട്ടൻ പറഞ്ഞതേ എന്റെ തീരുമാനമാണ്. ശാരിക എന്ത് വിശ്വസിച്ച നീ വരും? നിങ്ങൾ എന്ത് വിശ്വസിച്ചാണോ അങ്ങനെ തന്നെയാ. നിങ്ങളുടെ ഭാര്യ അടക്കമുള്ളവർ ഇരിക്കുന്നിടത്ത് നിന്നാ ദേ ഇവള് പോയി ചാവാൻ പറഞ്ഞത്. അങ്ങനെ ചാവാൻ ഇറങ്ങിയതാ ഈ ഞാൻ. അവിടെ തന്നെ കൈപിടിച്ച് കരകയറ്റി ഇവിടെ കൊണ്ടു നിർത്തിയത് ദേ ഈ മനുഷ്യനാ. ഒരു മോശ ഉദ്ദേശം ഉണ്ടായിരുന്നെങ്കില് ആരും കാണാതെ രാത്രിയുടെ മറവില് ഇയാൾക്ക് എന്നെ ചീത്തയാക്കായിരുന്നു. ഞാൻ ഈ മനുഷ്യനെ ഒരുപാട് തെറ്റിദ്ധരിച്ചു. നിങ്ങളെയൊക്കെ വിശ്വസിച്ചു. അതാ എനിക്ക് പറ്റിയ തെറ്റ്. ഞാൻ ചത്തു മലച്ചാലും എന്റെ കൂടപ്പറപ്പുകളുടെ കണ്ണ് ഈ മണ്ണിലാണെന്ന് തിരിച്ചറിയാൻ ഞാൻ കുറച്ച് വൈകിപ്പോയി.
ഹോട്ടലിന്റെ പാതി എനിക്ക് കിട്ടിയേ തീരൂ. അവൾ എടുത്തോട്ടെ. പാതിയായോ മുഴുവനായോ എങ്ങനെയെങ്കിലും. അമ്മേ, എനിക്ക് ഒരു പരാതിയുമില്ല. അമ്മേ, അങ്ങനെ അങ്ങ് തീരുമാനിക്കാൻ വരട്ടെ. എനിക്കും കുഞ്ഞേച്ചിക്കും കൂടി അവകാശപ്പെട്ടതാ ഇത്. കുഞ്ഞേച്ചിയും കൂടി സമ്മതിച്ചിട്ട് മതി ഒരു തീരുമാനം. കുഞ്ഞാണെങ്കിലും അവള് പറഞ്ഞതിൽ കാര്യമുണ്ട്. മോൻ പോയി ശാലിനിയും കൂട്ടിയിട്ട് വാ, എന്നിട്ട് മതി ഒരു തീരുമാനം. ശാലിനി എന്നല്ല, ശക്തൻ തമ്പുരാൻ നേരിട്ട് വന്നാലും ഈ തീരുമാനത്തിന് ഒരു മാറ്റമല്ല വിഷ്ണു. ഹോട്ടല് രണ്ടായിട്ട് പങ്കുവയ്ക്കുമെന്ന് പറഞ്ഞാ വെച്ചിരിക്കും. എപ്പോഴും ജയിക്കണമെന്ന് ആഗ്രഹിച്ച് കളയരുത് വിഷ്ണു. ഈ ട്രം കാർഡ് എന്നൊക്കെ പറയില്ലേ, അതിപ്പോഴേ ദേ എന്റെ കയ്യില. ശാരിക അതുകൊണ്ട് മാത്രമാടാ നീ ഇപ്പൊ ഈ മുറ്റത്തൊരു പുഴുവിനെ പോലെ ഇഴഞ്ഞ് മണ്ണ് തിന്നാത്ത കേട്ടോ. ഞാൻ അപ്പോഴേ പറഞ്ഞിട്ടേ ഓരോരുത്തനും വന്നിട്ട് ഇവിടെ ഒന്നും ഉണ്ടാക്കാൻ പോകുന്നില്ലെന്ന്. നിങ്ങൾ അളക്ക്. അതീത അങ്ങോട്ട് പിടിക്ക്. ആ ചേറിങ് എടുത്തേ. ഇതെന്താ കുഞ്ഞി ഉണ്ടാക്കുന്നേ? പഴമാങ്ങ കൊണ്ടുള്ള പച്ചടിയാ പൊന്നി. അച്ഛനിത് വലിയ ഇഷ്ടാ. എന്നാലും പെട്ടെന്ന് കുഞ്ഞു കയറി വന്നപ്പോ ഞാനൊന്ന് പകച്ചുപോയി കേട്ടോ. സത്യാമ്മ മഹേശ്വരൻ നമ്പൂതിരിയെ കാണാൻ പോയ കാര്യം പിന്നെ എനിക്ക് ഓർമ്മ വന്നത്. ഉടനെയൊന്നും വരില്ലല്ലോ അല്ലേ? ഏയ്, നല്ല തിരക്കുള്ള ആളാ മഹേശ്വരൻ നമ്പൂതിരി. കാണാൻ എംപിമാരും മന്ത്രിമാരും ഒക്കെ ക്യൂ നിൽക്കാറുണ്ടത്രേ. സത്യാമ്മ നേരത്തെ ബുക്ക് ചെയ്തിട്ടാ പോയത്. എന്നാലും സമയമെടുക്കും. വിശദമായി എല്ലാം നോക്കണമെന്ന് സത്യാമ്മ പറയുന്നത് കേട്ടു. ഇതിനി എന്ത് ചെയ്യാനാ കുഞ്ഞെ? ഇതൊന്ന് ചെറുതായി വഴറ്റിയാ മതി പൊന്നി. എന്നിട്ട് വേണം പച്ചടിയുടെ ചേരുവയൊക്കെ കൂടെ കൂട്ടാൻ.
എന്തായാലും ഇവിടെ വരെ വരുന്ന സ്ഥിതിക്ക് പാറുമോളെ കൂടി കൊണ്ടുവരായിരുന്നു. അത് പിന്നെ കുഞ്ഞിനെ ഇന്ദുമതി അമ്മയെ ഏൽപ്പിച്ചിട്ട് റെസ്റ്റോറൻറ്റിൽ ഞാൻ നിൽക്കുമ്പോഴാ അച്ഛൻ്റെ കോള് വന്ന്. പിന്നെ പാറുവിനെ എടുക്കാൻ നിന്നില്ല. സത്യാമ്മ വരുന്നതിന് മുമ്പേ വന്നിട്ട് പോവാന്ന് കരുതി. അല്ല, കുഞ്ഞെന്തിനാ ഇത്രയും ബുദ്ധിമുട്ടി വന്നത്? സാറിന് പഴമാങ്ങ പച്ചടി ഉണ്ടാക്കി കൊടുക്കാനോ? ഏയ്, വിഷ്ണു കുഞ്ഞാണല്ലോ. ഹലോ. ആ എടോ, ഇയാളത് എവിടെയാ? റെസ്റ്റോറന്റിലോ അതോ വീട്ടിലോ? ഞാൻ വിഷ്ണുവേട്ടന്റെ വീട്ടിലാ. വിഷ്ണുവേട്ടാ, എവിടെ? വിഷ്ണുവേട്ടാ, സത്യാമ്മയുടെ വീട്ടില്. അവിടെ എന്താ? ഒരു കാര്യമുണ്ട് വിഷ്ണുവേട്ടാ. എന്ത് കാര്യം?